ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. വെസ്റ്റ് ഫീൽഡിലേക്കാണ് പോണേ. ഇന്നത്തെ വീഡിയോയ്ക്ക് ചെറിയൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ചാനലിൻ്റെ പേര് എലൈന ആൻഡ് ജിയോയിൽ നിന്ന് അമ്മ സ്റ്റോറീസിലേക്ക് മാറ്റിയതിനു ശേഷമുള്ള ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇത്. അമ്മയുടെ സ്റ്റോറീസ് അല്ലെങ്കിൽ അമ്മയുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുള്ള സ്റ്റോറീസ് എന്നൊക്കെയാണ് ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് വെസ്റ്റ് ഫീൽഡിലാണ്. നമ്മുടെ വീടിന് ഏറ്റവും അടുത്തുള്ള ഒരു ഷോപ്പിംഗ് സെൻ്ററാണിത്. ഞാൻ ആദ്യം തന്നെ പോയത് ബെസ്റ്റ് എൻഡ്ലെസ്സിലേക്കാണ്. അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് നടന്നാൽ എനിക്ക് ചെറിയ തോതിലൊരു മനസ്സുഖം കിട്ടുന്ന പോലെയാണ് തോന്നാറ്. മുമ്പ് ഇതുപോലെ തോന്നിയിരുന്ന വേറൊരു കട കൂടെ ഉണ്ടായിരുന്നു, റിവേഴ്സ്. അത് പൂട്ടിപ്പോയിട്ടോ. നടത്തം വെറുതെ ആയില്ല, കുറച്ച് ക്ലോത്ത്സുകളും കിട്ടിയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഈ ചേഞ്ച് റൂമിലെ മിറേഴ്സ് എല്ലാം നല്ല ട്രിക്കിയാണെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എന്തിട്ടാലും നല്ല വൃത്തിയായിട്ടാവും അതിൽ കാണാൻ. ഈ ജീൻസ് എനിക്ക് സെറ്റായിട്ടുണ്ട്, അപ്പോൾ ഇത് ഞാനങ്ങ് എടുക്കുക. ഈ ടോപ്പ് എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ട്രൈ ചെയ്തതാണ് കേട്ടോ. ഇതവിടെ സമ്മർ ക്ലിയറൻസിൻ്റെ സെക്ഷനിൽ കിടക്കുന്നുണ്ടായിരുന്നു. എന്താണെങ്കിലും അതത്ര ശരിയായില്ല. തണുപ്പായി വരുന്ന കാരണം കൂടുതലും വിൻ്റർ വെയർ ആണ് ഷോപ്പിലുള്ളത്. പിന്നെ എൻ്റെ മടി കാരണം ഈ 2 സ്വെറ്റ് ടോപ്പും ഞാൻ ഇടാതെയാണ് ട്രൈ ചെയ്ത് നോക്കിയത്. എന്താണെങ്കിലും ഈ കണ്ണാടി സൂപ്പറാണ് കേട്ടോ. കൈ നിറയെ സാധനങ്ങളുമായി പുറത്തിറങ്ങിയപ്പോൾ അതാ എന്നെ കാത്തു നിൽക്കുന്ന ഒരു ഷോപ്പിംഗ് ട്രോളി. വേറൊന്നും ആലോചിച്ചില്ല, ബാഗ്സ് എല്ലാം അതിനുള്ളിൽ വെച്ചു. അപ്പോൾ ഇനിയുള്ള യാത്ര ഏതാണ്ട് സുഗമമാണ്. ഫിഷ് ഷോപ്പിലും വെജി ഷോപ്പിലും ഒന്ന് കയറണം. ഇന്ന് ഒരു വീക്ക് ഡേ ആയതുകൊണ്ട് തന്നെ തിരക്ക് കുറവാണ്. അപ്പോൾ എൻ്റെ ഷോപ്പിംഗ് തീർന്നാൽ വീക്കെൻഡിൽ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. ഇന്ന് രാവിലെ വളരെ നേരത്തെയാണ് ഞാൻ ഷോപ്പിങ്ങിന് വന്നത്. അതുകൊണ്ട് തന്നെ അധികം തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ ഈ വെജി ഷോപ്പിൽ വരുന്നത് ജിഞ്ചർ ഗാർലിക്കും പാവയ്ക്ക അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്പ്പയ്ക്കൊക്കെ വാങ്ങിക്കാനാണ്. അയൺ കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഇഷ്ടമില്ലെങ്കിലും പാവയ്ക്ക കഴിക്കണം. എനിക്കത് ഗ്രിൽ ചെയ്ത് ക്രിസ്പിയാക്കി കഴിക്കാനാണ് കൂടുതലിഷ്ടം. ഇനി എനിക്ക് നേരെ പോകാനുള്ളത് കോൾസിലേക്കാണ്. എന്നാൽ അതിനിടയ്ക്ക് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ചാൻസസ് ധാരാളമുണ്ട്. ഇന്നൊരു വെനസ്ഡേ ആണ്, സ്കൂൾ ഹോളിഡേയ്സും കൂടിയാണ്. കുറച്ച് ലേറ്റായി വന്നാൽ കാറ് പാർക്ക് ചെയ്യാൻ തന്നെ ഒരു സേഫ് സ്പോട്ട് കിട്ടാൻ നല്ല പാടായിരിക്കും. അതാണ് ഞാൻ നേരത്തെ വന്നത്. അന്നയ്ക്ക് അധികം താമസിയാതെ ഒരു യാത്ര പോകാനുള്ളത് കൊണ്ട് ഒരു സ്യൂട്ട് കേസ് നോക്കാനുണ്ടായിരുന്നു. പക്ഷേ അത് ഒരുമിച്ച് നോക്കുന്നതാണ് നല്ലതെന്ന് പിന്നെ എനിക്ക് തോന്നി. ഇപ്പോൾ ഞാനുള്ളത് വീണ്ടും ഒരു ട്രയൽ റൂമിലാണ് കേട്ടോ. സെയിം സ്റ്റൈലിലും ഡിസൈനിലുമുള്ള 3 ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഉടുപ്പുകളാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ഒരു കളർ ഇട്ടപ്പോഴേ എനിക്ക് തോന്നി ഇനി അടുത്തതൊന്നും ട്രൈ ചെയ്യാതിരിക്കുന്നതാണ് ഭേദമെന്ന്. എന്തോ എനിക്ക് ആ ലുക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഇനി ഇടവും വലവും നോക്കാതെ നേരെ കോൾസിലേക്ക് വച്ച് പിടിക്കണം. കുറച്ച് കുക്കീസും ചിപ്സും വാങ്ങിക്കണം. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം കേട്ടോ. ശരിക്കും നമ്മളെ ടെംപ്റ്റ് ചെയ്യുന്ന പോലെയാണ് സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. യെല്ലോ കളറിലിരിക്കുന്ന ടാഗുകളെല്ലാം ഡിസ്കൗണ്ടഡ് പ്രൈസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് നേരം എന്നെ കാണിക്കാം. ഈ സെൽഫി ക്യാമറയിൽ റെക്കോർഡ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. ഇവിടുന്ന് ഞാൻ സെൽഫ് ചെക്കൗട്ടാണ് ചെയ്തത്. അങ്ങനെ ഇന്നത്തെ പ്ലാൻസ് എല്ലാം സക്സസ്ഫുള്ളി ചെയ്തു തീർന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു റിവാർഡ് വേണ്ടേ? അതിനാണ് ഫ്രോം യോഗട്ടിൽ പോയത്. എനിക്ക് ഞാൻ തന്നെ കൊടുക്കുന്ന ഒരു റിവാർഡ്. പല ഫ്ലേവറിലുള്ള യോഗട്ടാണ് ഇവിടെ ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത്, മറ്റേ സൈഡിൽ ഡിഫറെൻറ്റ് ടോപ്പിങ്സും. അപ്പോൾ ഞാനിതൊന്ന് എടുത്തിട്ട് കാണിക്കാം. ഞാനിവിടെ എപ്പോഴും എടുക്കുന്നത് ഇവരുടെ ഒറിജിനൽ ഫ്ലേവറാണ്. ഞാനെടുത്ത ക്വാണ്ടിറ്റിക്ക് ഒരു $6 ആയത്. അപ്പോൾ ഇതിനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചാലോ? നമ്മൾ ഡെയിലി ചെയ്യുന്ന ജോലികൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കി ചെയ്താൽ അത് മടുക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.